അലൈക്കും 10 കിലോ ചിക്കൻ അൽഫാം ഉണ്ടാക്കാൻ പോകുന്നു. ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ സാധനങ്ങളിട്ട് അരച്ചെടുക്കാൻ പോകുന്നു. ആദ്യം 2-3 സവാള, തക്കാളി ഒരു 3 എണ്ണം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 150 ഗ്രാംസ്, ഒരു 10-15 അരി, ഇതൊരു 10 എണ്ണം ആവശ്യത്തിന്, എരിവിന് ആവശ്യത്തിന് അനുസരിച്ചിട്ട് മല്ലിച്ചപ്പും പുതിനയില. 10 കിലോ ചിക്കൻ ഉണ്ടല്ലേ, എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് എടുക്കാൻ പോകുന്നു. ഇത് തക്കാളി, സവാള അരച്ചെടുത്തത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കാം. പെരുംജീരകം, ജീരകം, പട്ട, കറാമ്പ്, ഇത് ഗരം മസാലൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് കുരുമുളക്. ഓക്കെ, ഇതെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കണം. പിന്നെ ഇത് മല്ലി, ഇതും ഒന്ന് ചൂടാക്കിയെടുക്കണം. ശേഷം ഒന്ന് മിക്സിയിലെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇതെല്ലാം ഒരു 3 സ്പൂൺ ആക്കിയിട്ട് പൊടിച്ചിട്ട് കൊടുത്ത്, കാശ്മീരി ചില്ലി പൗഡർ അതൊരു 5-6 സ്പൂണ് ഇതിട്ട് കൊടുക്കണം. ഇതിലെരിവില്ല, ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി 2-3 ടീസ്പൂൺ വേണം. കുറച്ച് ഈ ഒരു മസാലപ്പൊടി ചൂടാക്കിയെടുക്കണം. 2 കുരു കളഞ്ഞിട്ട് നാരങ്ങ വെള്ളം ഒരു പാത്രത്തിൽ, കപ്പിന് തൈര്, കട്ടിയുള്ള നല്ല തൈരല്ല, കുറച്ച് ലൂസുണ്ട്. ഇത് മറന്നു പോയതാ, അരച്ചെടുത്ത്. ഒരു 3 ടീസ്പൂൺ വിനാഗിരി, ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കി കൊടുക്കാം. മസാല റെഡി. ഇതുപോലെ കീറി കൊടുക്കണം ഓരോരോ പീസിന്. ഒരു 4 സ്പൂണ് വെളിച്ചെണ്ണ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ മസാല ഇത് 2-3 ടീസ്പൂൺ ഇട്ടാൽ മതി. ഓക്കെ, ഈ മസാല ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടൊന്ന് ഒരു 6 മണിക്കൂർ, 5-6 മണിക്കൂർ മതി. ഓക്കെ, ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്ന് മാറ്റി വെച്ചാൽ മതി. ഈ സാധനം ഒന്ന് ഗ്രേവി ആയിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഇതിനൊന്ന് തേച്ച് കൊടുക്കാനുണ്ട്. കാശ്മീർ മുളക് പൊടി, ഇത് കാശ്മീർ മുളക് 5-8 എണ്ണം ഉണ്ട്. ഇത് ചെറിയ ചൂടാക്കി എടുക്കണം. ഇത് ആ മുളക്, കാശ്മീർ മുളക് പൊടി, ഇതെല്ലാം ഒന്ന് കൂടി മിക്സ് ചെയ്ത് അരിച്ചെടുത്ത് ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ആക്കി എടുക്കണം. ഇതും പൊടി വെച്ച് ഫ്രിഡ്ജിൽ മാറ്റി വെക്കണം. ഇതുപോലെ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചാൽ മതി. ഏകദേശം ഒരു 1.5 മണിക്കൂറായതേ ഉള്ളൂ. 4-5 മണിക്കൂറൊന്നും ആയില്ല. എനിക്ക് പെട്ടെന്ന് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഇതുപോലത്തെ പാത്രത്തിലാണ് വെച്ചിട്ട്, ഇതുപോലെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കാണിക്കട്ടെ വീഡിയോ. ഇതുപോലെ ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ഇതിന് പാത്രത്തിന് വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് കയറ്റി വെച്ചാൽ മതി. ഞാനൊരു 10-15 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെക്കും.
നിങ്ങൾക്ക് ഇങ്ങനെയും ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ അതുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത്. ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. ആരും വിഷമിക്കണ്ട. എനിക്ക് എല്ലാത്തിനും ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് എടുക്കണം. എനിക്കൊരു 40-45 പീസ് ഉണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. താഴെ മുകളിലൊക്കെ പെട്ടെന്ന് പൊരിച്ചെടുക്കണം. ഈ ഒന്ന് കുറച്ചിട്ടാൽ മതി. ഇതുപോലെ കുക്കറിൽ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ഫ്രൈ ആയിക്കൊണ്ട് വരുമ്പോൾ ഇപ്പം തന്നെ പൊരിഞ്ഞ് കിട്ടും. ഇതാണ് തേച്ച് കൊടുക്കേണ്ടത്. ആദ്യം വെച്ച സാധനങ്ങൾ നമുക്ക് പറയാൻ മറന്നില്ല. ടൊമാറ്റോ സോസ് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതുപോലെ തേച്ച് കൊടുത്താൽ മതി. ഓരോന്നും തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. എല്ലാത്തിനും ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. അടിഭാഗം അങ്ങനെ തന്നെ മറിച്ചിട്ട് കൊടുത്ത് തേച്ച് കൊടുത്താൽ മതി. ഇതുപോലെ മറ്റേ സൈഡിലേക്ക് നോക്കി ഇതുപോലെ തേച്ച് കൊടുത്താൽ മതി. ഇതൊന്നും ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ഒരു സൈഡ് വെന്തെന്ന് തോന്നുന്നു. എടുക്കട്ടെ. ഒരു സൈഡ് വെന്തു. ഇതുപോലെ തേച്ച് കൊടുക്കണം. തേച്ച് കൊടുത്ത് ഒന്ന് മറിച്ചിട്ട് ഇട്ടിട്ട് വീണ്ടും തേച്ച് കൊടുക്കണം. വീണ്ടും മുകളിലേക്ക് കയറ്റി വെക്കണം. ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയാൽ ഒന്നും വേണ്ട. ഓവണും വേണ്ട, ഒന്നും വേണ്ട. ഇതുപോലത്തെ ഒരു പാത്രത്തിൽ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നേരത്തെ കുക്കറിൽ വെച്ചത് ഇതിനിങ്ങനെ തന്നെ എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പോലെ അങ്ങോട്ട് മാറിയിട്ടില്ല. അതുപോലെ തന്നെ എല്ലാ ചിക്കനും അങ്ങനെ പൊരിച്ചെടുത്താൽ മതി. അതാ കുക്കറിൽ, ഓവണിൽ, ഫ്രൈ പാനിൽ 3 തരത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തന്നു. അൽഫാം എല്ലാം റെഡി. മൊത്തത്തിലെല്ലാം ആക്കിയിട്ടുണ്ടാക്കി. പിന്നെ ഇതിലുണ്ടാക്കിയിട്ടാകുമ്പോൾ പെട്ടെന്ന് കുക്കറിൽ ഉണ്ടാക്കിയിട്ടാകുമ്പോൾ ചെറിയൊരു ഇതൊക്കെ കിട്ടുന്നല്ലേ, മസാല ഒക്കെ ജസ്റ്റായിട്ട് കിട്ടുന്നു. ആ കിട്ടിയത് ഒന്ന് തിക്കാക്കി എടുത്തിട്ട് കുറച്ച് കാശ്മീർ ചില്ലി പൗഡർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കുറുക്കിയെടുത്താൽ നല്ലൊരു ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ല ഒരു കറി കിട്ടിയതാ. ഓക്കെ, വന്നോ? വലൈക്കും സലാം. ഒന്ന് നോക്കി. എന്തൊരു ടേസ്റ്റാ. ഇതൊന്നും മൈനസ് മുക്കി തിന്നാൽ എന്ത് ടേസ്റ്റാ. ഇപ്പൊ നിനക്ക് വേണോ? എന്റെ കൂട്ടുകാരെ ഇതുണ്ടാക്കി നിങ്ങൾ കഴിച്ചു നോക്കണേ. വാവ്, എന്തൊരു ടേസ്റ്റാ.